ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയ ഉടനെ ഉത്തരങ്ങൾ എഴുതാൻ തിരക്ക് കൂട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. എക്സാം ഹാളിലെ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ഈ സമയം വളരെ നിർണായകമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ തലങ്ങും വിലങ്ങും വായിച്ചു നോക്കാതെ ഓരോ ചോദ്യവും ശാന്തമായി വായിക്കുക. ചിലപ്പോൾ ആദ്യത്തെ 2 ചോദ്യങ്ങൾ പ്രയാസമുള്ളതാകാം. അത് കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ബാക്കി ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് നന്നായി അറിയാവുന്നവ ഒരുപാടുണ്ടാകും. എൻ്റെ ഒരു ടിപ്പ് ഇതാണ്: അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം മനസ്സിൽ മാർക്ക് ചെയ്യുക. അവ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ പേടി മാറി കോൺഫിഡൻസ് വരും. ഇത് പ്രയാസമുള്ള ചോദ്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഉണർത്താൻ നിങ്ങളെ സഹായിക്കും. നമ്മുടെ റൈറ്റ് നഴ്സിംഗ് ഡ്രീം ഹബിൽ ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുള്ളത് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക എന്നതാണ്. ചോദ്യം തെറ്റായി മനസ്സിലാക്കി ഉത്തരം എഴുതാൻ സമയം കളയരുത്. എക്സാം പേപ്പറിൽ വ്യക്തമായി പോയിന്റുകൾ എഴുതാൻ ശ്രദ്ധിക്കുക. മനോഹരമായ കൈയക്ഷരം വേണമെന്നൊന്നുമില്ല, പക്ഷേ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് എഴുതണം. ഓരോ ഉത്തരത്തിന് ശേഷവും ഒരു അണ്ടർലൈൻ ഇടുന്നത് പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് നല്ല ഇംപ്രഷൻ നൽകും. നിങ്ങൾ മിടുക്കരാണ്. മനോഹരമായി എക്സാം എഴുതാൻ നിങ്ങൾക്ക് കഴിയും. എക്സാം ഹാളിലെ കൂൾ ഓഫ് ടൈം കൃത്യമായി ഉപയോഗിക്കുമെങ്കിൽ കൂൾ ഓഫ് എന്ന് കമന്റ് ചെയ്യും.